ഹായ് ഡിയർ ഫ്രണ്ട്സ്, സേ ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു മാംഗോ ഷേക്ക് ഉണ്ടാക്കി നോക്കാം. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്കൊരു 3 മാങ്ങ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ജ്യൂസ് വേണ്ടത് അത്രയും നിങ്ങൾക്ക് മാങ്ങ എടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഞാനിപ്പോൾ ഒരു 2 സ്കൂപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം മാങ്ങ അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് നന്നായിട്ട് കട്ടിയായി വെച്ചിരുന്ന പാലാണ്, പാലും കുറച്ച് ഐസും കൂടി ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടി ഞാൻ അതിനകത്ത് ഇട്ട് വെച്ച് ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാംഗോ ഐസ്ക്രീം ഇടാം, പക്ഷേ എനിക്ക് തോന്നുന്നു വാനില തന്നെ മതിയാവുമെന്നും. എൻ്റെ അടുത്ത് സ്കൂപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ചിട്ട് കൊടുത്തത്. ഇത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ഇപ്പം ഞാൻ ഇതെല്ലാം ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. നമുക്കിതിനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാങ്ങ, അതായത് ഒരു മാങ്ങ ഞാൻ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മാങ്ങ എല്ലാം കൂടി നമുക്ക് ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേശ്ശെ നമുക്ക് ഇന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര മാങ്ങ അതിൽ വേണമെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുത്തോളൂ. അതിലേക്ക് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്തെടുത്ത ആ മാങ്ങൻ്റെ ജ്യൂസ് അല്ലേ, അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത്ര തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1.5 സ്കൂപ്പോളം ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഐസ്ക്രീം. ഞാനിപ്പോൾ ഒരു സ്പൂൺ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടി അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കുറേ ആഡ് ചെയ്യും കേട്ടോ. ഞാനെടുത്ത കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയറും കൂടി ഞാൻ മാങ്ങ ഇട്ട് കൊടുത്ത്. ഇപ്പം എൻ്റെ അടുത്ത് ബദാമും പിന്നെ കാഷ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് എടുക്കാം, പിന്നെ അങ്ങനെ എന്തുവേണം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോമ്പിന് ഇത് കുടിച്ചു കഴിഞ്ഞാൽ വയറ് ഫില്ലാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.